ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് പ്രകാശിൻ്റെയും ലക്ഷ്മിയുടെ വിവാഹമാണ്. പക്ഷെ പ്രകാശിന് അറിയില്ല തൻ്റെ ആദ്യ ഭാര്യനെ തന്നെയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള കാര്യം. അങ്ങനെ പ്രകാശൻ വലിയൊരു മാലയും സ്വർണത്തിൻ്റെ ചെയിനൊക്കെ ഇട്ട് ഇങ്ങനെ വരുവാണ്. എന്തായാലും ലക്ഷ്മി സ്വർണത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല, അപ്പോൾ അവളുടെ പോയി പിടിച്ചു നിൽക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മുമ്മ മേക്കപ്പും ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് കല്യാണം നടക്കുമെന്ന് ഉറപ്പാണ്. എൻ്റെ മനസ്സ് അങ്ങനെയാണ് മക്കളെ പറയണമെന്ന് പറയുമ്പോൾ അതിങ്ങനെ നടന്നിരിക്കും. അമ്മേ ദേ കാർത്തിക മോളും അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നമ്മളെക്കാൾ മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തുമെന്നൊക്കെ പറയാണ്. വിക്രമാണെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം നിൽക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വേണം ആ MD കസേര കയറിയിരിക്കാൻ, ഷെയർ ചോദിക്കാൻ, അച്ഛൻ്റെ സ്വത്തുകൾ മേടിച്ചെടുത്തിട്ട് ആ സ്വത്തുക്കൾ പതുക്കെ കൈക്കലാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് മുങ്ങാൻ, ഈ ഇന്ത്യ വിട്ടേ പോകണം എന്നൊക്കെ വിക്രവും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ കല്യാണ ദിവസം രാവിലെ തന്നെ കിരണും കല്യാണിയും ദീപയൊക്കെ കല്യാണത്തിന് വരാൻ വേണ്ടി റെഡിയായിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുവാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിരണും കല്യാണി ദീപെടുത്ത് പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും നല്ല പൊടി പൂരം തന്നെയാണ് അമ്മയെ കാണാൻ പോണത്. നമുക്ക് വേണമെങ്കിൽ എന്താണ് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം, ഇടയ്ക്കിടയ്ക്ക് അത് കണ്ട് രസിക്കാലോ എന്നൊക്കെ പറയണം. അല്ല അപ്പുറത്ത് ബഗാസുരൻ്റെ ഒക്കെ കല്യാണത്തിന് പോകുന്നുണ്ടോ എന്തോ എന്ന് പറയും ദീപ ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട്, ബഗാസുരൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കല്യാണത്തിന് വിളിച്ചതല്ലേ, എല്ലാവരും വരുമായിരിക്കും. 5 സ്റ്റാർ ഹോട്ടലിലാണ് ഇന്ന് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കല്യാണം മുടങ്ങുമ്പോഴേക്കും രാജപ്പൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറയണം. അങ്ങനെ രജിസ്റ്റർ ഓഫീസിൽ നേരത്തെ കിരണും കല്യാണിയും ദീപയൊക്കെ എത്തുന്നുണ്ട്. അതേസമയം ഇവിടെ കാർത്തികയും ലക്ഷ്മി എത്തുന്നുണ്ട്. അപ്പോൾ ദീപ പറയുന്നുണ്ട്, ചേച്ചി എനിക്കെന്ന് പറഞ്ഞാൽ ടെൻഷനാവുന്നു, ഇതൊക്കെ വെറും അഭിനയമാണ്, ഇതൊക്കെ അവരെ കളിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണെന്നൊക്കെ അറിയുമ്പോഴേക്കും അവർ എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ് ഈ വിക്രവും പ്രകാശനൊക്കെ. അവർ നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയുണ്ടെന്ന് പറയുമ്പോൾ ദീപ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അവരെന്ത് ചെയ്യാനാ, പണമില്ലാത്തവർ എന്ത് ചെയ്യാനാ ദീപേ. പിന്നെ അവൻ്റെ മോനെ കുറെ പേരുടെ തല തല്ലി പൊട്ടിക്കാൻ അറിയാം, അവൻ ഇത് കഴിയുമ്പോൾ നേരെ പോണ പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മുഹൂർത്ത സമയത്ത് തന്നെ പ്രകാശനും വിക്രവും അതുപോലെ തന്നെ അമ്മുമ്മയും വരുന്നുണ്ട്. അവിടെ വരുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്, തൻ്റെ വധുവായിട്ട് നിൽക്കുന്നത് ലക്ഷ്മിയാണെന്നുള്ള സത്യം. അതറിയുന്ന പ്രകാശൻ ആകെ കുഴഞ്ഞു വീഴും കേട്ടോ. ഒന്നില്ലെങ്കിൽ പ്രകാശിന്റെ അന്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രകാശൻ പാപ്പരായിട്ട് നാണം കെട്ട് ഒരു മൂലക്ക്, അതായത് ഒരു പിച്ചെടുത്ത് ജീവിക്കാനുള്ള ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോണത്. വിക്രം എന്തായാലും പ്രകാശനോ അതാണ് ഒഴിഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പ്രകാശനെ തള്ളി പറഞ്ഞ് വിക്രം പോകും വിക്രത്തിന്റെ പാട്ടിന്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.